സർക്കാർ ജോലി എന്ന് പറയുന്നതിനൊക്കെ ഉപരിയായിട്ട് ജനങ്ങളെ സേവിക്കാനായിട്ട് പറ്റുക. പ്രത്യേകിച്ച് ഞാൻ ചെറുപ്പം തൊട്ടിട്ട് നല്ല ഫുഡ് കഴിക്കാനും മറ്റവർക്ക് കൊടുക്കാനും താല്പര്യപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ച സമയത്ത് ഞാൻ എൻ്റെ അഗ്രികൾച്ചർ പഠിച്ചതും ആ രീതിയിലാണ്. ഇത് പ്രൊഡക്ഷൻ തൊട്ടിട്ട് ഈ ഫുഡിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഗ്രികൾച്ചർ എടുത്തത്. പക്ഷെ നമ്മളൊരു സമൂഹത്തെ സേവിക്കാനും അതിലൊരു പാഷൻ വേണം. അൾട്ടിമേറ്റ്ലി നമ്മൾ കാരണം ഒരു സമൂഹത്തിലൊരു പോസിറ്റീവ് മാറ്റം ഉണ്ടാവുക. അപ്പോൾ ഈ ഫുഡിൻ്റെ പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ കാര്യം ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിനെയും കുട്ടികളെയും സ്റ്റുഡൻസിനെയും അത് ബെനിഫിറ്റ് ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ടാമത്തെ കാര്യത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് സേഫ്റ്റി ഓഫീസർ സക്സസ് സ്റ്റോറി സീരീസ് സഹകാരി കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം വിജയഗാഥ പങ്കുവയ്ക്കുന്നത് നമ്മുടെ 18ാം റാങ്ക് ഹോൾഡറായിട്ടുള്ള ഫ്ലെമിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഫ്ലെമിംഗ് ബൈ ക്വാളിഫിക്കേഷൻ നമ്മൾ ഞാൻ BSc ചെയ്തത് അഗ്രികൾച്ചറിലാണ്. അഗ്രികൾച്ചറിലാണ്. അത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ സയൻസിൻ്റെ പ്രൊഫഷനോട് കൂടിയിട്ട് GKVK യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസസ് ബാംഗ്ലൂർ. അതിനുശേഷം ഞാൻ PG സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂർ. ഓക്കെ, അപ്പോൾ PGയിൽ നമ്മൾ ഫുഡ് ടെക്നോളജിയിലേക്ക് കടന്നു. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ സർക്കാർ ജോലി എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് നമ്മൾ വരുന്നത്, എസ്പെഷ്യലി ഫുഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ സർക്കാർ ജോലി എന്ന ആശയം, സർക്കാർ ജോലി എന്ന് പറയുന്നതിനൊക്കെ ഉപരിയായിട്ട് ജനങ്ങളെ സേവിക്കാനായിട്ട് പറ്റുക. പ്രത്യേകിച്ച് ഞാൻ ചെറുപ്പം തൊട്ടിട്ട് നല്ല ഫുഡ് കഴിക്കാനും മറ്റവർക്ക് കൊടുക്കാനും താല്പര്യപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ച സമയത്ത് ഞാൻ എൻ്റെ അഗ്രികൾച്ചർ പഠിച്ചതും ആ രീതിയിലാണ്. ഇത് പ്രൊഡക്ഷൻ തൊട്ടിട്ട് ഈ ഫുഡിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഗ്രികൾച്ചർ എടുത്തത്. അതിനുശേഷം ടെക്നോളജി പഠിക്കാനായിട്ടുള്ള ഒരു അവസരം വന്നു. അപ്പോൾ കൂടുതലായിട്ടും ഈ ഫുഡിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ സേഫ്റ്റി ആസ്പെക്ട്സ് അതിൻ്റെ പ്രൊഡക്ഷൻ പഠിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാൻ പിന്നീട് ഏത് കരിയർ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്ന് വിചാരിച്ച സമയത്ത് ഒരു കോർപ്പറേറ്റിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ഒരു പൊതുജനങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് കൊടുക്കാൻ പറ്റും, നല്ല ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ വായുവശാല നോട്ടിഫിക്കേഷൻ ആ സമയത്ത് ഏകദേശം ഇറങ്ങി വന്നു, അങ്ങനെ പ്രിപ്പറേഷൻ തുടങ്ങി. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. വേറെ ഒന്നുമല്ല, നമുക്കൊരു നമ്മുടെ പാഷനും നമ്മുടെ ആഗ്രഹവും നമ്മുടെ ജോലിയും ഒന്നാവുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഉറപ്പായിട്ടും അത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനായിട്ട് വരും എന്നതാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഉണ്ടായിരുന്ന നമ്മുടെ പ്രിപ്പറേഷൻ ഒന്ന് സമ്മറൈസ് ചെയ്യാമോ? നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ ഞാൻ അതിന്റെ പ്രിപ്പറേഷൻ അതിനെങ്ങനെ വേണം, പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ റെഫർ ചെയ്തായിരുന്നു. കുറച്ചും കൂടി ഒരുപാട് കാർഡടച്ച് പഠിക്കുന്നതിനൊക്കെ ഉപരിയായിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ട്, അതുപോലെ തന്നെ മെയിനായിട്ട് ഇപ്പോൾ KPSCയുടെ പല എക്സാംസും ഒരു പെർട്ടിക്കുലർ രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനനുസരിച്ചിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ കൊടുക്കാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അതിനെനിക്ക് സഹായമായിട്ട് ഞാൻ PSCയുടെ മറ്റുള്ള പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പാറ്റേണിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. നോളജിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ എലിമിനേഷൻ ടെക്നിക്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യണം, ഇതൊക്കെ വളരെ ക്രൂഷ്യലായി തുടങ്ങി. അതുപോലെ തന്നെ കഴിഞ്ഞ FS എക്സാമിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സിലബസിൽ വളരെ പ്രകടമായ വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് 10 സബ്ജക്റ്റ് ആയിരുന്നു കഴിഞ്ഞ എക്സാമിൽ ഉണ്ടായിരുന്നെങ്കിൽ അഗ്രികൾച്ചർ എടുത്ത് മാറ്റി ഫുഡ് ലോസ് എടുത്ത് മാറ്റി സഹകാരിലേക്ക് നമുക്ക് ആ ഒരു വന്നതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അത് എനിക്ക് പർട്ടിക്കുലർലി അതൊരു ഐ ഓപ്പണർ ആയിരുന്നു. കാരണം അവിടെ വന്നിട്ടുള്ള സെക്ഷൻസ് നല്ല യൂസ്ഫുൾ ആയിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഇന്റർവ്യൂല് 13 മാർക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് ഉറപ്പാണ്, അത് ഭയങ്കര ഡിറ്റർമിനന്റ് ആയിട്ട് മാറുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. 11 മാർക്ക് കിട്ടിയ ആൾക്കാർ തന്നെ ഒരുപാട് പേര് ഇച്ചിരി ഒരു 10-20 റാങ്കോളം താഴെ പോയിട്ടുണ്ട്. 13 ഇടയ്ക്കുള്ള ഇന്റർവ്യൂ വളരെ ക്രൂഷ്യലായിരുന്നു. വിത്തിൻ 1 മാർക്കിലൊക്കെ വളരെയധികം റാങ്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അൾട്ടിമേറ്റ്ലി ഒരു ഇന്റർവ്യൂവിന് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ജോബിനോട് ഓക്കെയാണോ, എക്സാം എഴുതുന്നതിനൊക്കെ ഉപരിയായിട്ട് ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുമല്ലോ നമുക്ക് ഈ പൊസിഷൻ ആപ്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ആ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയത് പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. ഇന്റർവ്യൂ ബാച്ച് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് പറയുമ്പോഴത്തേക്കും എസ്പെഷ്യലി നമ്മൾ പഠിച്ച മേഖലയായിട്ട് ബന്ധപ്പെടുത്തി ഉള്ള എക്സാംസിന് കുറച്ച് വേക്കൻസി ഉണ്ടാവത്തുള്ളൂ. പക്ഷെ നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യണോ, അതേപോലെ വൈഡ് ആയിട്ടുള്ള ഏരിയ ഫോക്കസ് ചെയ്യണമെന്ന് ആശങ്കപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? ഇതിൽ മെസ്സേജിനൊക്കെ ഉപരി എനിക്കൊരു സജഷനാണ് കൊടുക്കാനുള്ളത്. അൾട്ടിമേറ്റ്ലി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഒരു കോർപ്പറേറ്റ് ലൈഫിൽ നമുക്ക് നല്ല ശമ്പളം കിട്ടും, അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള വളർച്ച, കരിയർ ഗ്രോത്തിൽ വ്യത്യസ്തമായ വളർച്ച ഉണ്ടാവും. പക്ഷെ നമ്മളൊരു സമൂഹത്തെ സേവിക്കാനും അതിലൊരു പാഷൻ വേണം. അൾട്ടിമേറ്റ്ലി നമ്മൾ കാരണം ഒരു സമൂഹത്തിലൊരു പോസിറ്റീവ് മാറ്റം ഉണ്ടാവുക. അപ്പോൾ ഈ ഫുഡിൻ്റെ പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ കാര്യം ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിനെയും കുട്ടികളെയും സ്റ്റുഡൻസിനെയും അത് ബെനിഫിറ്റ് ചെയ്യും.
അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ടാമത്തെ കാര്യത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പല ആളുകളും അവർക്ക് സർക്കാർ ജോലിയിൽ വന്നിട്ട് കോർപ്പറേറ്റ് ജോലിക്ക് പോയാൽ മതിയായിരുന്നു ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറപ്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ ഉപരിയായിട്ട് ജോലി കിട്ടുന്നതിന് മുന്നേ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഇതിനോട് നീതി പുലർത്താൻ പറ്റുമെന്ന് സ്വയം ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് നന്നാവുക. അപ്പോൾ ഉറപ്പായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഫ്ലെമിങ്ങിൻ്റെ ആ ഒരു ലൈഫ് സ്റ്റോറിയിൽ നിന്നുണ്ട്. ലൈക്ക് ഫ്ലെമിങ്ങിൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ വന്ന ഒരു വ്യക്തി കൂടെയാണ്. അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി അദ്ദേഹത്തിൻ്റെ ലൈഫിലും വിഷൻസിലും രൂപീകരിക്കാൻ സഹായിച്ചെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു. അപ്പോൾ അത് എൻറ്റയർ ഫ്യൂച്ചറിൽ അത് ഉറപ്പായിട്ടും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രാർത്ഥന എല്ലാവരുടെയും ഉറപ്പായിട്ടും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസ നേരുകയാണ്. താങ്ക് യു.